നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന വീഡിയോ ഒന്ന് രണ്ട് പേര് അയച്ചു തന്നിട്ട് ചോദിച്ചു, സഖാവേ ഇതൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയ്ക്ക് ചേർന്ന പരിപാടിയാണോ എന്ന്. അതായത് കോൺഗ്രസുകാരനായ ചാണ്ടി ഉമ്മൻ ആക്ഷേപിച്ചു എന്ന് തോന്നിയിട്ട് പോലും അതിന് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുകയും ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സഖാവായിരുന്നു എങ്കിൽ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അവിടെ കിടന്ന് ഈ പറയുന്ന മാധ്യമ പ്രവർത്തക ചാടി കടിക്കുകയും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. സ്വാഭാവികമാണ്, അവരുടെ ചോദ്യത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരിക്കലും ഇത് താങ്ങാനാവില്ല. നേരെ മറിച്ച് സ്മൃതി പരുത്തിക്കാടിന് ഇത് പറ്റും. എന്നിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ആ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്താണെന്ന് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിച്ചവർക്കുള്ള മറുപടി നിങ്ങളോടും കൂടി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഒരു കല്യാണമൊക്കെ വേണ്ടേ? വേണ്ട. പെട്ടെന്ന് മറുപടി. ഞാൻ നിങ്ങളുടെ ചോദ്യം വേണ്ടാതെ പറഞ്ഞോളൂ. കല്യാണം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ വിദേശത്ത് പറയുന്ന പേരാണ് പാപ്പരാസി. അയ്യോ, അത് വല്ലാത്തൊരു അടച്ചാക്ഷേപികളായി പോയി. ഈ പാപ്പരാസി എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്തവർക്കായിട്ട് പറയാണ്, പ്രമുഖരായിട്ടുള്ള സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികളുടെ സ്വകാര്യതയിലേക്ക് അവരറിയാതെ കടന്നു ചെന്ന് ഒളി ക്യാമറയിൽ അവരുടെ സ്വകാര്യത പകർത്തുന്ന പണിയെ പറയുന്ന പേരാണ് പാപ്പരാസി. അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് പാപ്പരാസികൾ എന്ന്. അതാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വളരെ കൃത്യമായി ഈ മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ വിളിക്കാവുന്ന ഏറ്റവും നീചമായ പദമാണ് ചാണ്ടി ഉമ്മൻ പ്രയോഗിച്ചത്. ഭയങ്കര ആക്ഷേപിക്കലായി. പക്ഷെ സൗഹൃദത്തിന്റെ പേരിൽ ചോദിച്ചാണ് ചാണ്ടി ഉമ്മൻ. തെറ്റിദ്ധരിക്കരുത്, താങ്കൾ ഇന്ന് ഇത്തിരി ചൂടിലാണെന്ന് തോന്നുന്നു. അല്ലല്ല, വളരെ കൂളാണ് ചാണ്ടി. അതെന്തറിയോ, ചാണ്ടിയുമന്റെ ഒരു രസകരമായ കൗണ്ടറായിട്ട് കണ്ടാൽ മതി. ചാണ്ടിയുമൻ നല്ല ഡൽഹി എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്താ പറയാ. വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. ചാണ്ടി ഉമ്മൻ ആക്ഷേപിച്ചു എന്ന് സ്വയം തോന്നിയിട്ടും അത് ചിരിച്ചുകൊണ്ട് അത് ആസ്വദിക്കുകയാണ് സ്മൃതി പരുത്തിക്കാട് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ അതിനവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചവർക്ക് ഞാനൊരു മറുപടി കൊടുത്തായിരുന്നു. നിങ്ങൾക്കും ഞാൻ ആ മറുപടി തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഹൗസ് മെയ്ഡിനെ നിർത്തുന്നു, ഒരു വീട്ടുജോലിക്കാരിയെ. കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ ഒരു അടിച്ചു തൽക്കാരിയെ നമ്മുടെ വീട്ടിൽ നിർത്തുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് എത്ര സ്നേഹത്തോടെ ഇടപഴകിയാലും ചിലപ്പോഴൊക്കെ നമ്മൾ അവരോട് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും, വഴക്ക് പറയും, ചിലപ്പോൾ വായിൽ വരുന്നതൊക്കെ പറയും. പക്ഷെ അവർ തിരിച്ച് നമ്മളോട് പ്രതികരിക്കൂ? ഇല്ല. അവരതൊക്കെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കും. കാര്യം എന്താ? നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്. ആ ശമ്പള പൈസ കിട്ടിയിട്ട് വേണം, മാസം കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ കുടുംബം നടത്താൻ. അപ്പോൾ അവരത് കേട്ടുകൊണ്ടിരിക്കും. ഉള്ളിൽ ചിലപ്പോൾ ദേഷ്യപ്പെടും, ഉള്ളിൽ ചിലപ്പോൾ ചീത്ത വിളിക്കുന്നുണ്ടാവും. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നത് എപ്പോഴാ? അടുത്ത വീട്ടിലെ ആരെങ്കിലും വന്നിട്ട് ഈ വേലക്കാരിയോട് ചൂടാവുകയോ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ഇവരുടനെ, നീ ആരാണ് എന്റെ കാര്യം നോക്കാൻ? എന്റെ കാര്യം നോക്കാൻ എനിക്ക് ശമ്പളം തരുന്ന വീട്ടുകാരുണ്ട്, നീ എന്റെ കാര്യത്തിൽ ഇടപെടാന്നൊക്കെ പറഞ്ഞ് അവര് ചാടിക്കളിക്കും. അത് തന്നെയാണ് ഈ കാര്യത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. KPCC ഓഫീസിലെ അടിച്ചുതള്ളിക്കാരിയായ സ്മൃതി പരുത്തിക്കാടിനോട് KPCC ഓഫീസിലെ മുതലാളിമാരായ ചാണ്ടി ഉമ്മനും VD സതീശനും മറ്റു മുതലാളിമാരൊക്കെയും ഒക്കെ ചിലപ്പോൾ ആക്ഷേപിക്കും, ചിലപ്പോൾ അധിക്ഷേപിക്കും. ചിലപ്പോൾ K സുധാകരൻ VD സതീശനെ വിളിച്ച തമിഴ്നാട്ടിലെ മുടിക്ക് പറയുന്ന പേര് വിളിക്കും, ചിലപ്പോൾ അതിലും വലുത് വിളിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അതൊരു തമാശ മട്ടിൽ അങ്ങ് സ്മൃതി പരുത്തിക്കാട് എടുക്കും. കാര്യം എന്താ? സ്മൃതി പരുത്തിക്കാടിന് KPCC ഓഫീസിൽ നിന്നാണ് എച്ചിൽ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ നന്ദി കാണിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ഇതിന്റെ തിരിച്ചടി എപ്പോഴാ കൊടുക്കുന്നത്? ഇതിന്റെ പ്രതികാരം എപ്പോഴാ തീർക്കുന്നത്? ഇവര് നടത്തുന്ന ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും സഖാക്കൾ ചെന്നിരുന്ന് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മറ്റേതിന്റെയും കൂടെ ദേഷ്യം ആ സഖാവിന്റെ നെഞ്ചത്ത് തീർക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവര് നടത്തുന്ന ചാനൽ ഡിബേറ്റിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ചെന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സഖാവിനോട് ഇവര് ഒരു മാധ്യമ സംസ്കാരത്തിന്റെ മറവിൽ, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയുടെ പേരിൽ ഇവരൊരു മര്യാദയായിട്ട് ഒരു മാന്യമായിട്ട് ഇടപഴകുന്ന ഒരു ചാനൽ ഡിബേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒരു മിനിറ്റ് അവര് ആ തനി സ്വഭാവം ആ സഖാവിനോട് അവര് കാണിച്ചിരിക്കും. ചാണ്ടി ഉമ്മൻ ആക്ഷേപിച്ചു എന്ന് തോന്നിയിട്ടും സ്മൃതി പരുത്തിക്കാട് അത് ചിരിച്ചു തള്ളി. പക്ഷെ ഇങ്ങനെ പോലും ആക്ഷേപിക്കാതെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു സഖാവായിരുന്നു അവിടെ ഇരുന്നതെങ്കിൽ ഇറച്ചിക്കടകൾക്ക് മുമ്പിൽ ഇറച്ചി കഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന തെരുവ് പട്ടികളെ പോലെ അലറി വിളിക്കുമായിരുന്നു. അതാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയും സ്മൃതി പരുത്തിക്കാട് തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അപ്പോ MBA എടുത്തവരെല്ലാവരും അതിന് പറ്റിയ ജോലിയല്ല ചെയ്യുന്ന നമുക്കറിയാം. MBA എടുത്തവരും BCom എടുത്തവരും MCom എടുത്തവരും ഒക്കെ എത്രയോ പേര് ഗൾഫ് നാടുകളിൽ വന്ന് കഷ്ടപ്പെടുന്നുണ്ട്, കൂലിവേല ചെയ്യുന്നുണ്ട്. അതുപോലെ ജേർണലിസം എടുത്തിട്ട് KPCC ഓഫീസിലെ അടിച്ചുതളിക്കാരിയുടെ ജോലി ചെയ്യേണ്ടി വരുന്ന സ്മൃതി പരുത്തിക്കാടിന്റെ മാനസികാവസ്ഥ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഗതികേട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.